വക്രതുണ്ടമഹാകായം കോടിസൂര്യസമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്യ കരുണാംബുദേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗന യൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവവംശരത്നം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീ ലീലാശുക കവി വില്വമംഗലം രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം അതിൽ 1-ാം സർഗത്തിൽ 11 മുതൽ 15 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യുന്നു. ഹൃദയേ മമ ഹൃദ്യവിഭ്രമാണാം ഹൃദയം ഹർഷവിശാലലോലനേത്രം തരുണം വ്രജബാലസുന്ദരീണാം തരളം കിഞ്ചനധാമ സന്നിധത്താം. ഹൃദ്യവിഭ്രമാണാം മനോഹര വിലാസങ്ങളോടുകൂടിയ വ്രജബാലസുന്ദരീണാം സുന്ദരിമാരായ അമ്പാടിപ്പെൺകിടാങ്ങളുടെ ഹൃദയം തന്നെയായിത്തീർന്ന ഹർഷവിശാല ലോലനേത്രം സന്തോഷത്താൽ വിടർന്ന് ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോടുകൂടിയതും തരുണം യൗവനപ്രായത്തിലെത്തിയതുമായ തരളം കിഞ്ചന ധാമ തിളങ്ങുന്ന ഒരു തേജസ് മമ ഹൃദയേ എൻ്റെ ഹൃദയത്തിൽ സന്നിധത്താം സാന്നിധ്യം ചെയ്യണമേ. ശ്രീകൃഷ്ണനെ ധ്യാനിച്ച് ഗോപബാലികമാരുടെ ഹൃദയം ശ്രീകൃഷ്ണൻ തന്നെ ആയിരിക്കുന്നു. അതാണ് ആ അത്ഭുത തേജസ് അവരുടെ ഹൃദയമാണെന്ന് കവി പറയാൻ കാരണം. ആ ഭാഗ്യവതികളുടെ ഹൃദയത്തിലെന്ന പോലെ തൻ്റെ ഹൃദയത്തിലും തിളക്കമുള്ള ആ തേജസ് സാന്നിധ്യം ചെയ്യണമേ എന്നാണ് വില്വമംഗലത്തിൻ്റെ പ്രാർത്ഥന. അടുത്ത ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളെ വർണ്ണിക്കുന്നു. നിഖില ഭുവനലക്ഷ്മീ നിത്യലീലാസ്പദാഭ്യാം കമലവിപിനവീഥി ഗർവസർവങ്കഷാഭ്യാം പ്രണമ അഭയദാന പ്രൗഢികാഢോദധാഭ്യാം കിമപി വഹതു ചേത കൃഷ്ണപാദാംബുജാഭ്യാം. നിഖില ഭുവനലക്ഷ്മീ നിത്യലീലാസ്പദാഭ്യാം എല്ലാ ലോകങ്ങളിലുമുള്ള സൗഭാഗ്യം എന്നും കേളിയാടിക്കൊണ്ടിരിക്കുന്നവയും കമല വിപിന വീതി ഗർഭ സർവങ്കഷാഭ്യാം താമരത്തോട്ടങ്ങളുടെ ഗർവാകെ തള്ളിമാറ്റുന്നവയും പ്രണമ അഭയദാന പ്രൗഢി ഗാഢോദധാഭ്യാം നമസ്കരിക്കുന്നവർക്ക് അഭയം നൽകുവാനുള്ള സാമർഥ്യത്താൽ ഏറ്റവും ഗർവിക്കുന്നതുമായ കൃഷ്ണപാദാംബുജാഭ്യാം ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിലൂടെ ചേത എൻ്റെ മനസ്സ് കിമപി വഹതു കുറഞ്ഞൊന്ന് പ്രവഹിക്കട്ടെ. എല്ലാ ലോകങ്ങളിലുമുള്ള സൗഭാഗ്യം എന്നും കേളിയാടിക്കൊണ്ടിരിക്കുന്നവയും താമരത്തോട്ടങ്ങളുടെ ഗർവാകെ തള്ളിമാറ്റുന്നവയും നമസ്കരിക്കുന്നവർക്ക് അഭയം നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാംബുജങ്ങൾക്ക് കുറച്ച് ഗർവുണ്ടത്രേ. ആ ശ്രീകൃഷ്ണ പാദാംബുജത്തിലൂടെ എൻ്റെ മനസ്സ് പ്രവഹിക്കണേ എന്നാണ് കവി പറയുന്നത്. ശ്രീകൃഷ്ണൻ്റെ ആ പാതാരവിന്ദങ്ങളിലൂടെ എൻ്റെ മനസ്സ് കുറഞ്ഞൊന്ന് പ്രവഹിക്കട്ടെ, എൻ്റെ മനസ്സ് ശ്രീകൃഷ്ണ പാതാരവിന്ദങ്ങളിൽ തന്നെ രമിക്കട്ടെ എന്ന് കവി ഇവിടെ പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ കണ്ണനുണ്ണിയുടെ തൃക്കണ്ണുകളെ വർണ്ണിക്കുന്നു. പ്രണയപരിണതാഭ്യാം പ്രാഭവാലംബനാഭ്യാം പ്രതിപദലളിതാഭ്യാം പ്രത്യഹം നൂതനാഭ്യാം പ്രതിമുഹുരധികാഭ്യാം പ്രശ്നുവല്ലോചനാഭ്യാം പ്രഭവതു ഹൃദയേന പ്രാണനാഥ കിശോര.
പ്രണയപരിണതാഭ്യാം പ്രണയത്താൽ പദം വന്നവയും പ്രാഭവാലംബനാഭ്യാം പ്രാഭവം കലർന്നവയും പ്രതിപദലളിതാഭ്യാം അടിക്കടി ലാളിത്യമേറുന്നവയും പ്രത്യഹം നൂതനാഭ്യാം നാൾക്കുനാൾ പുതുമ കൂടുന്നവയും പ്രതിമുഹു അധികാഭ്യാം വീണ്ടും വീണ്ടും വികസിക്കുന്നവയും പ്രശ്നുവല്ലോചനാഭ്യാം കാരുണ്യധാര പൊഴിയുന്നവയുമായ തിരുമൊഴികളോടുകൂടി കാണപ്പെടുന്നു. ന പ്രാണനാഥ നമ്മുടെ പ്രാണനാഥനായ കിശോര കണ്ണനുണ്ണി ഹൃദയേ പ്രഭവതു ഹൃദയത്തിൽ പ്രഭുവായി വാണരുളേണമേ. ഉണ്ണികൃഷ്ണൻ്റെ കണ്ണുകളിൽ കളിയാടുന്ന പ്രേമഭാവം, പ്രാഭവം, ലാളിത്യം, നിത്യനൂതനത്വം, മഹിമ, കാരുണ്യവായ്പ് എന്നീ ഗുണങ്ങളുടെ സമ്മളിത സൗന്ദര്യം ആദ്യക്ഷരപ്രാസം കൊണ്ട് സുന്ദരമാക്കിയ ഈ ശ്ലോകത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ആനന്ദത്തിൻ്റെ വെള്ളപ്പൊക്കം തന്നെയാണ് ഉണ്ണികൃഷ്ണനെന്ന് കാണിക്കുന്നു. മാധുര്യവാരിധിമതാന്ത തരംഗഭംഗി ശൃംഗാരസങ്കലിത ശീതകിശോരവേഷം ആമന്ദഹാസലളിതാനന ചന്ദ്രബിംബ ആനന്ദ സംപ്ലവമനു പ്ലവതാമനോ മേ. മാധുര്യവാരിധി മതാന്ത തരംഗ ഭംഗീശൃംഗാര സങ്കലിത ശീത കിശോരവേഷം മാധുര്യക്കടലിൽ തള്ളിപ്പൊങ്ങുന്ന തിരമാല ചുരുളുകളുടെ ശൃംഗാരം കലർന്ന കുളിർമ പൂണ്ട ഉണ്ണിയുടെ വേഷം ധരിച്ചതും ആമന്ദഹാസ ലളിതാന ചന്ദ്രബിംബം ഇളം പുഞ്ചിരി കൊണ്ട് ലളിതമായ മുഖചന്ദ്രബിംബത്തോടു കൂടിയതുമായ ആനന്ദ സംപ്ലവം ആനന്ദപ്പെരുവുള്ളത്തോടൊപ്പം മേ മനപ്ലവതാം എൻ്റെ മനസ്സ് നീന്തിക്കളിക്കട്ടെ. മാധുര്യം, ഗാംഭീര്യം, വേഷം, ശൃംഗാരം, ശൈത്യം, ബാല്യം, മന്ദഹാസം, കാന്തി ഇവയെല്ലാം സമ്മേളിച്ചുണ്ടായ ഒരു പരമാനന്ദ മഹാപ്രളയത്തിലെ വേലിയേറ്റം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു അത്ഭുത ഭാവനയാണ് ഈ മധുര പദ്യത്തിൻ്റെ അവലംബം. വേണുഗാനലോലനായ ശ്രീകൃഷ്ണൻ്റെ തേജോവിശേഷത്തെ വർണ്ണിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. അവ്യാജമഞ്ജുളമുഖാംബുജമുഗ്ധഭാവൈഃ ആസ്വാദമാനനിജവേണുവിനോദനാദം ആക്രീഡതാമരുണപാദസരോരുഹാഭ്യാം ആർദ്രേ മദീയഹൃദയേ ഭുവനാദ്രമോജ. അവ്യാജമഞ്ജുളമുഖാംബുജമുഗ്ധഭാവൈ അകൃത്രിമ മനോഹരമായ മുഖാരവിന്ദത്തിലെ സുന്ദരഭാവങ്ങളോടുകൂടി ആസ്വാദമാന നിജവേണു വിനോദനാദം തൻ്റെ വേണുനാഥ വിനോദം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും ഭുവനാദ്രം ഓജ ലോകങ്ങൾക്ക് കുളിർമ നൽകുന്നതുമായ ശ്രീകൃഷ്ണ തേജസ് അരുണപാദ സരോരുഹാഭ്യാം ചേവടിച്ചെന്താരുകൾ കൊണ്ട് ആർദ്രമാകുമാറ് എൻ്റെ ഹൃദയത്തിൽ ആക്രീഡതാം കളിയാടേണമേ. ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം വേണുനാഥം സ്വയം ആസ്വദിക്കുമ്പോഴുണ്ടാകുന്ന ഭഗവാന്റെ മുഖഭാവങ്ങളെ ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നു. തൻ്റെ വേണുനാഥ വിനോദം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ അത് വില്വമംഗലം സ്വാമിക്ക് നല്ല പോലെ മനസ്സിലാക്കി കൊടുത്തു ഭഗവാൻ. ആ ഭഗവാന്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളും ലോകങ്ങൾക്ക് കുളിർമ നൽകുന്ന ആ ശ്രീകൃഷ്ണ തേജസ് ചേവടി ചെന്താരുകൾ കൊണ്ട് ആർദ്രമാകുമാറ് എൻ്റെ ഹൃദയത്തിൽ കളിയാടേണമേ കളിയാടേണമേ എന്ന് വില്വമംഗലം സ്വാമികൾ പറയുന്നു. എത്ര പറഞ്ഞിട്ടും വില്വമംഗലം സ്വാമികൾക്ക് മതിയാവുന്നില്ല. വേണുനാഥം സ്വയം ആസ്വദിക്കുമ്പോഴുണ്ടാകും മുഖഭാവങ്ങളും തുടുത്ത പാതാരവിന്ദങ്ങളുടെ മനോഹാരിതയുമാണ് ഈ ശ്ലോകത്തിലെ വർണ്ണന വിഷയം. ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ ഭഗവത്പാദങ്ങളിലും സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ് ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.